സ്നേഹമുള്ളവരെ, ഒത്തിരി പേര് മലകൾ കയറുവാനായിട്ട് അല്ലെങ്കിൽ ഉയരങ്ങൾ താണ്ടുവാനായിട്ട് താല്പര്യമുള്ളവരാണ്. കാരണം ഈ മുകളിൽ നിന്നുള്ള ആ കാഴ്ച അത് സുന്ദരമാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മുകളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എത്രമാത്രം നമ്മൾ മുകളിലേക്ക് പോകുന്നു, അത്രമാത്രം നമ്മുടെ അടുത്തുള്ള അറിവ്, കാഴ്ചകൾ നഷ്ടപ്പെടും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ മലയുടെ അനുഭവം അതിനെപ്പറ്റി ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ മോശയ്ക്ക് നിയമങ്ങളും കൽപ്പനകളുമൊക്കെ ദൈവം നൽകുന്നത് ഈ മലയിൽ വെച്ച. അതുപോലെ തന്നെ ദൈവത്തോട് രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ മോശ സംസാരിക്കുന്നതും മലയിലാണ്. മല അതുകൊണ്ട് തന്നെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രത്യേക ഇടമായിട്ട് മനുഷ്യർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് ഈ മലയുടെ അടുത്തേക്ക് പോകുവാനായിട്ട്, സ്പർശിക്കുവാൻ പോലും സാധിച്ചിരുന്നില്ല. മലയിൽ സ്പർശിക്കുവാനായിട്ട് ഭയമായിരുന്നു. അതുപോലെ തന്നെയാണ് അധികാരത്തിൻ്റെ, ധനത്തിൻ്റെ, പ്രശസ്തിയുടെയൊക്കെ മലമുകളിൽ ഇരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ. അവര് ഏകാധിപതികളെപ്പോലെ അവരുടെ അധികാരം പ്രയോഗിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് മനുഷ്യത്വമാണ്. മനുഷ്യരോടുള്ള കരുണാർദ്രമായിട്ടുള്ള ഇടപെടലാണ്. യേശു പക്ഷേ സുവിശേഷത്തിൽ, പുതിയ നിയമത്തിൽ മലയ്ക്ക് പുതിയ ഒരു അർത്ഥമാണ് നൽകുന്നത്. യേശുവിന് ഈ രണ്ട് കാഴ്ചപ്പാടുമുണ്ട്. ദൈവമെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും മനുഷ്യനെ പൂർണ്ണമായിട്ട് അറിയുവാനായിട്ടുള്ള അവൻ്റെ കഴിവ്. അതുവരെ മനുഷ്യർ കാണാത്ത രീതിയിലുള്ള ഒരു ഗുരുവായിട്ടാണ്, ദൈവമായിട്ടാണ് യേശുവിനെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യരുമായിട്ടുള്ള അകലം കുറയ്ക്കുകയാണ്. ദൈവമെന്ന നിലയിൽ, മനുഷ്യനെന്ന നിലയിൽ അവൻ നമ്മിൽ ഒരുവനായി. മലയിലെ ഈ പ്രസംഗത്തിൽ അഷ്ടസൗഭാഗ്യങ്ങൾ വഴി മനുഷ്യനെ അവൻ അനുഗ്രഹീതരെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദാരിദ്ര്യമുള്ളവരല്ല, ആത്മാവിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദാരിദ്ര്യമുള്ളവരാണ് അനുഗ്രഹീതർ. അല്ലെങ്കിൽ വേദനകൾ സ്വയം ഉണ്ടാക്കുകയും അങ്ങനെയുള്ള വേദനകൾ അനുഭവിക്കുകയും ചെയ്യുന്നവരല്ല, നീതിക്ക് വേണ്ടി വേദനകൾ അനുഭവിക്കുന്നവരാണ് അനുഗ്രഹീതർ. സമാധാനത്തിൻ്റെ പേരിൽ അധികാരം ദുരുപയോഗിക്കുന്ന, അല്ലെങ്കിൽ അധികാരം വഴി സമാധാനം സ്ഥാപിക്കുകയാണ് എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നവർ, അവരും അനുഗ്രഹീതരല്ല. അനീതി വഴി, അക്രമം വഴി, യുദ്ധങ്ങൾ വഴി മനുഷ്യരുടെ ഭൂമി കൈവശമാക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നശിപ്പിക്കുന്ന അധികാരികളും അവരും അനുഗ്രഹീതരല്ല. അതേ സ്നേഹമുള്ളവരെ, അഷ്ടസൗഭാഗ്യങ്ങളുടെ രീതി, യേശു പ്രഘോഷിക്കുന്ന രീതി ഇപ്രകാരമാണ്. ഇത് വെറുതെ പുറമേയുള്ള ചില കാര്യങ്ങളുടെ സൗന്ദര്യമല്ല, അതൊന്നുമല്ല യഥാർത്ഥ അനുഗ്രഹത്തിൻ്റെ ഉറവിടം. അത് നമ്മൾ ആത്മാവിൽ അനുഭവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ തലമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഉടലെടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആ അനുഭവം. അതെ സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ വാക്കുകളുടെ അർത്ഥം, അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ അറിയണമെങ്കിൽ കൂടുതൽ ഈ സുവിശേഷത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക്, ഉള്ളർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഈ സുവിശേഷം വഴി അവൻ നമുക്ക് വെച്ച് നീട്ടുന്ന വെല്ലുവിളികളെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. സ്നേഹമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ നമ്മുടെ അധികാരത്തിൻ്റെ, ധനത്തിൻ്റെ ഒക്കെ ശക്തി കൊണ്ട് മറ്റുള്ളവർക്ക് അവരുടെ അനുഗ്രഹങ്ങൾക്ക് നമ്മളൊരു തടസ്സമായിട്ട് മാറുകയാണോ നമ്മൾ ചെയ്യുന്നത്? ദൈവം ഭയം ജനിപ്പിക്കുന്നവനല്ല, അവൻ അഭയം നൽകുന്നവനാണ്. നമ്മുടെ ഭയം മാറ്റുന്നവനാണ്, നമുക്ക് സുരക്ഷ നൽകുന്നവനാണ്. അവൻ്റെ നാമത്തിൽ ഈ ഭയത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ടോ? നിങ്ങൾ അനുഗ്രഹീതരാണെന്ന്.
നമ്മുടെ വാക്കുകൾ വഴി, നമ്മുടെ സാന്നിധ്യം വഴി മനുഷ്യർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹ സ്പർശം ആകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.